ഒക്ടോബർ 23-നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് പപ്പയ്ക്ക് നാവിൽ പല്ലുരഞ്ഞിട്ടൊരു വേദന ഉണ്ടായി. ആ വേദന ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാനത് എൻ്റെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചു. അങ്ങനെ ആ വേദനയെ പറ്റി ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചു. പക്ഷേ ആ വേദന കൂടിക്കൊണ്ടിരുന്നു. ഒരു നവംബർ മാസമൊക്കെ ആയപ്പോഴേക്ക് കീഴ്ത്താടിയിലൊരു സിസ്റ്റ് രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ ആ ആഴ്ചയിൽ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, കീഴ്ത്താടിയിൽ സിസ്റ്റുള്ള, വലതുവശത്ത് കീഴ്ത്താടിയിൽ സിസ്റ്റുള്ളൊരു മകനെ കാണുന്നുണ്ട്. അത് ക്യാൻസറിൻ്റെയോ തൈറോയിഡിൻ്റെയോ ഭാഗമാണ്, പക്ഷേ അത് കർത്താവ് സുഖപ്പെടുത്തി തരും എന്ന് പറഞ്ഞു. ആ ആഴ്ച തന്നെ പപ്പ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ വേദന വീണ്ടും കൂടി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി ദന്തൽ കോളേജിൽ കാണിച്ചു. അവിടെ ചെന്നപ്പോഴേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, RCCയിലേക്ക് റെഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ജൂനിയർ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞു ക്യാൻസറാണ്, 4th സ്റ്റേജിലാണ് ഉള്ളത് എന്നും പറഞ്ഞു. സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറയുന്നത്, നിങ്ങൾ ഡോക്ടറെ കാണാൻ കയറിയപ്പോഴേക്ക് ഞാൻ മാതാവിനോട് കരഞ്ഞപേക്ഷിക്കുമായിരുന്നു. അപ്പം മാതാവ് എനിക്ക് പാസ് എന്നൊരു വാക്കാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഈ പരീക്ഷ നമ്മൾ പാസ്സാവും, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഡോക്ടേഴ്സ് ഒന്നും പോസിറ്റീവായിട്ടൊരു റിപ്ലൈയും തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോൾ വരുന്നത്. ഉടനെ തന്നെ റേഡിയേഷൻ ഭാഗത്തിലേക്ക് വരണമെന്നും അവിടെ ഡോക്ടർ നമ്മളെ വെയിറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർ പെട്ടെന്ന് തന്നെ വേദനയുടെ മരുന്നുകളെല്ലാം എഴുതി തന്നു. പെട്ടെന്ന് തന്നെ ബയോപ്സി എടുക്കാനുള്ള പേപ്പറെല്ലാം റെഡിയാക്കി. അന്ന് തന്നെ ഞങ്ങൾക്ക് ബയോപ്സി എടുക്കാനായി. അച്ഛൻ പ്രാർത്ഥനയിൽ പറയാറുണ്ട് ഉടമ്പടിയുടെ സമയ ചുരുക്കത്തെ പറ്റി. അപ്പം ഞങ്ങളത് ജീവിതത്തിൽ പിന്നീട് അനുഭവിക്കുകയായിരുന്നു. 16 ദിവസം കൊണ്ട് വരേണ്ട റിപ്പോർട്ട് ഞങ്ങൾക്ക് വെറും 5 ദിവസം കൊണ്ട് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ബയോപ്സിയുടെ റിസൾട്ട് വേഗം തന്നെ കിട്ടി. അതിൽ 4th സ്റ്റേജ് ക്യാൻസർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. അടുത്ത ദിവസം തന്നെ കീമോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ബോഡി വളരെയധികം വീക്കായി. മരുന്നിനോടൊന്നും ഒരു റെസ്പോൺസ് ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഒരാഴ്ച കൂടെ അവിടെ അഡ്മിറ്റായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ എപ്പോഴും മനസ്സിൽ മാതാവ് നമ്മളെ രക്ഷിക്കും, അച്ഛൻ പറഞ്ഞൊരു വാക്കും എനിക്ക് തന്ന അടയാളവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തളരാതെ പിടിച്ചിരിക്കുകയായിരുന്നു, ഇത് നമുക്ക് മാറ്റിത്തരും, കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത മാസം വീണ്ടും അഡ്മിറ്റായി കീമോതെറാപ്പി ചെയ്തു. പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. സിസ്റ്റ് പൊട്ടി വെള്ളം വരാനൊക്കെ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നുകളോട് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ഒരു 3 മാസത്തെ ലൈഫ് സ്പാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അത് കേട്ടിട്ടും നമ്മൾ ധൈര്യത്തോടെ പിടിച്ചു നിന്നു. 3 മാസം ഡോക്ടർക്ക് പറയാൻ പറ്റും, പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ മാതാവാണ് പറയുന്നത് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന്. അപ്പോൾ അത് വിശ്വസിച്ചാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ രക്ഷയുള്ളൂ. പക്ഷേ അതിന് സാമ്പത്തികമായി നല്ല ചിലവുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് അന്നേരം ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയമാണ്. അത്രയും വലിയൊരു തുകയാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. പക്ഷേ അതിനുള്ളൊരു സാമ്പത്തികം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ വളരെ വിഷമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷെ മാതാവ് എൻ്റെ അടുത്ത് ഉള്ളിയിരുന്ന് പറഞ്ഞു നീ ഇതിന് സമ്മതിക്ക്, ഇത് ഒരു രക്ഷയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനോട് ഇത് സമ്മതിച്ചു. ഞങ്ങൾ ആ ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം കൊണ്ട് നമുക്ക് അത് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു മുടക്കവും ഇല്ലാതെ മാതാവ് പലരിൽ നിന്നായി നമുക്ക് അതിനു വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തി തന്നു. ഒരുപാട് പേര് നമ്മളെ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് തേടി വന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ പപ്പ എന്നും തൈലം പുരട്ടി അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. നാവിലും സിസ്റ്റിലും എല്ലാം കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതിനുള്ളൊരു ബലം ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ എന്നും ഉപ്പുവെള്ളം വായിൽ കൊള്ളും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് സർജനെ കണ്ടപ്പോൾ ഇപ്പോൾ സർജറി ചെയ്യാനുള്ള അവസ്ഥയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ 1.5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ അത്രയും നാൾ പിന്നെയും വീണ്ടും കാത്തിരിക്കണം.
അങ്ങനെ ഞങ്ങൾ പിന്നെ വിഷമത്തോടെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഫോണിൽ 8 എന്നൊരു അക്കം പെട്ടെന്ന് തെളിഞ്ഞു വന്നു. അപ്പം മാതാവ് ഇതൊരു അടയാളമായിട്ട് ഞങ്ങൾക്ക് തന്നാണെന്ന് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് കോൾ വന്നു, ഈ മാസം ജൂലൈ മാസം 8-ാം തീയതിയാണ് നിങ്ങൾക്ക് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് അഡ്മിറ്റായി. സർജറിയും ഒരു മേജർ സർജറി ആയിരുന്നു. പക്ഷേ മാതാവും ഈശോയും കാരുണ്യത്താൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് അത് നടന്നു കിട്ടി. അടുത്ത മാസം 8-ാം തീയതി തന്നെ ഞങ്ങൾക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. എല്ലാം പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓരോ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് കയറുന്നത്. അതിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഹോപ്പും ഇല്ലാതെ എല്ലാവരും പറഞ്ഞൊരു അവസ്ഥയിൽ നിന്നും മാതാവ് ഞങ്ങളെ ഒരുപാട് രക്ഷിച്ചാണ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. അത് ഒരിക്കലും ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്.